ഗൈസ്, വെൽക്കം ടു ആൻസി വ്ലോഗ്. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താണ് ലോങ് വീഡിയോ ഇടാത്തെ, കുറെ ആയാലും ലോങ് വീഡിയോ കണ്ടിട്ട് എന്നാണ്. വേറെ ഒന്നുമല്ല, ഫിനാൻഷ്യൽ ഇയർ ക്ലോസിംഗ് അല്ലേ. അപ്പോൾ ഓഫീസിൽ നല്ല തിരക്കുണ്ട്. ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആവും. അപ്പൊ എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാറില്ല. പിന്നെ സാറ്റർഡേസും വർക്കിംഗ് ആവാറുണ്ട്, ചില സൺഡേസും വർക്കിംഗ് ആവാറുണ്ട്. അപ്പൊ ഞാൻ കിട്ടിയൊരു ഗ്യാപ്പിൽ ഞാൻ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷു ഒക്കെ അല്ലേ വരുന്നേ. അപ്പൊ വിഷുവിന് ഒരു സെറ്റ് സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആവാന്ന് വിചാരിച്ചു കേട്ടോ. സെറ്റ് സാരിയൊക്കെ നമ്മൾ പിറ്റേ ദിവസം, ഇപ്പൊ വിഷുവിന്റെ അന്ന് നമ്മൾ അമ്പലത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് വെക്കണം സെറ്റ് സാരി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ സത്യം പറഞ്ഞാൽ നമുക്ക് ടൈം കിട്ടൂല. പിന്നെ നമ്മൾ അച്ഛന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഇവരൊക്കെ കൂടെ പോണെന്നുണ്ടെങ്കിൽ അവര് നമുക്ക് ആ ഒരു ടൈം തരുമെന്നും വിചാരിക്കേണ്ട. ആ ഒരു ടൈമിൽ നമ്മൾ സാരി നമ്മളുമായിട്ട് യാതൊരു എന്താ പറയുക കോപ്പറേറ്റ് ചെയ്യാത്ത ഒരു പോലത്തെ ഒരു രീതിയിലാണ് സാരി ബിഹേവ് ചെയ്യുക. അതുകൊണ്ട് അതിന് ബെസ്റ്റ് നമുക്ക് തലേന്ന് രാത്രി തന്നെ അങ്ങ് ഡ്രേപ്പ് ചെയ്ത് വെക്കാം. അപ്പൊ പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഇതേ ഇങ്ങനെ എടുത്ത് അങ്ങ് പോയാൽ മതി എന്നൊക്കെ വിചാരിക്കാം. അപ്പോഴും കുറച്ച് പണിയൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് സെറ്റ് സാരി നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അയൺ ചെയ്യണം. അയൺ അതായത് പ്ലീറ്റ് എടുത്തതിന് ശേഷം അയൺ ചെയ്യില്ലെങ്കിൽ അതിന് മുന്നേ സെറ്റ് സാരി ആകുമ്പോൾ ഫസ്റ്റിലൊന്ന് ജസ്റ്റ് അയൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. റെഡി ചിലപ്പം കുറച്ച് ചുളുങ്ങിയിരിക്കുകയായിരിക്കും. പിന്നെ പുതിയ സാരിയൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് പ്ലീറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഞാൻ ഇന്നത്തെ ഉടുക്കുന്ന ഒരു സാരി ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ സാരി വരുന്നത് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞില്ലേ കുറച്ച് അയൺ ചെയ്യേണ്ടി വരുന്നു. കാരണം കണ്ടില്ലേ കുറച്ചൊക്കെ ഇങ്ങനെ ചുളുങ്ങി നിൽക്കുന്നില്ലേ. അപ്പൊ ആദ്യം ഒന്ന് അയൺ ചെയ്തിട്ട് നമുക്ക് പ്ലീറ്റ് എടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡിലും ഒന്ന് അയൺ ചെയ്തത്. ഒരു സിമ്പിൾ സാരിയാണ്. ഇതെന്റെ കൂട്ടുകാരീന്റെ സാരി ആട്ടോ. ഓളിക്ക് തന്നതാണ് എടുത്തോന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ നൈസായിട്ട് നമുക്കാണെങ്കിൽ വെറൈറ്റി ആരെങ്കിലും ഒക്കെ സാരി കിട്ടുന്നത് രസമല്ലേ, നമ്മൾ എന്നെടുത്തെടുത്ത് മടുക്കുമ്പോ. അപ്പൊ അവളെനിക്ക് തന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ബ്ലൗസ് ഇടുന്നേ. ദേ ഈ ഒരു ബ്ലൗസ് ആട്ടോ. അപ്പൊ അതായത് ചോദിക്കും ഈ ഒരു ബ്ലൗസ് തന്നെ ഉള്ളൂ. ഈ ഒരു ബ്ലൗസ് തന്നെ ഉള്ളൂ. ഇപ്പൊ തൽക്കാലം ഈ ബ്ലൗസ് ഉള്ളൂ. ബാക്കി എല്ലാം വീട്ടിലാണ്. കാരണം ഞാൻ വീട്ടിൽ വെച്ചിട്ട് പോന്നായിരുന്നു ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ. അങ്ങനെ ലഗേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊന്നും വയ്യാത്തതുകൊണ്ട്. അപ്പൊ ഈ ഒരു ബ്ലൗസാണ് ഞാൻ പെയർ ചെയ്യുന്നത്. മൈ ഓൺ സ്റ്റിച്ചിങ്. വേറെ ബ്ലൗസ് തയ്ക്കണം എന്നുണ്ട്, പക്ഷെ ഇപ്പം ടൈമില്ല. ഞാൻ തയ്ച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ബ്ലൗസ് ഈ ഒരു സാരിൻ്റെ കൂടെ പെയർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് അയൺ ചെയ്യാൻ പോവാം. അയണിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രീ പ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇവിടെ ടെമ്പിളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഹീൽസ് ഇട്ടിട്ട് ചെയ്യണമെന്നില്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ ഇറക്കെടുക്കുമ്പോൾ നമ്മൾ ഹീൽസ് ഇടുന്നില്ല. അപ്പൊ അതിന് കാരണം ടെമ്പിളിലേക്കല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ചപ്പൽ ഊരേണ്ടി വരും. അപ്പൊ നമ്മൾ ഹീൽസ് ഇട്ടിട്ടുള്ള ആ ഒരു ലെങ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നിലത്ത് കിടന്ന് കഴിയും, ഫുള്ള് ചളിയും കാര്യങ്ങളൊക്കെ ആവും. അപ്പൊ നമ്മൾ ഇതിന് ഹീൽസ് ഇടുന്നില്ല. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ലെങ്ത് നമ്മൾ താഴെ എടുത്താൽ മതി. ഇവിടെ രണ്ട് സൈഡിൽ കുത്തി വെക്കുക കേട്ടോ ജസ്റ്റ്. എന്നിട്ട് നമുക്കിനി പ്ലേറ്റ്സ് ഇവിടുന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുക. ചെറിയ പ്ലേറ്റ്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് എടുത്തതിന് ശേഷം നമുക്ക് സേഫ്റ്റി പിന്ന് വെച്ചിട്ട് അവിടെ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അയണിങ് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സാരി ഡ്രേപ്പിങ്ങിൻ്റെ അയണിങ് വീഡിയോ ഞാനൊരു വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറിയിട്ട് ആ ഒരു വീഡിയോ കാണാം. മീൻസ് അയണിങ് എങ്ങനെയാണ് കാര്യങ്ങൾ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ലിങ്കായിട്ട് ഞാൻ ഇതിനകത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ഞാൻ അയണിങ് കാണിക്കുന്നില്ല. ഞാൻ പ്രീ പ്ലീറ്റിങ്ങും അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലീറ്റ് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് പ്രീ പ്ലീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് അയണിങ് വരുന്നത് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ നെക്സ്റ്റ് നമുക്ക് എളുപ്പത്തിൽ ഉടുക്കാൻ പറ്റുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ രാത്രി അയണിങ് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ ഇച്ചിരി എളുപ്പമായിരിക്കും കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ കുറേ ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും.
അങ്ങനെ ഞാൻ സാരി ഉടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതുപോലെ നമ്മൾ പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ച സാധനം ഇതേ 2-3 ചുറ്റിലങ്ങ് കഴിഞ്ഞ് അത് ഏകദേശം നമ്മളുടെ പകുതിയോളം പണി വേഗം കഴിഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് ശരിക്കും ഒന്ന് പിന്ന് കുത്തി കൊടുക്കാവുന്ന പണി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മളൊരു പിന്ന് കുത്തി വെച്ചിട്ടുണ്ട്, അത് അവിടെ ഇരുന്നോട്ടെ. അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് വേറെ പിന്ന് കുത്തി കൊടുക്കുക. ഇനി സൈഡത്തെ പ്ലീറ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ അത് കുത്തുന്നതായിരിക്കും എല്ലാവർക്കും അധികം കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക. അപ്പം ഇതുപോലെ നല്ല വലിച്ചു പിടിച്ചിട്ട് നമുക്ക് അവിടെ ഒരു പിന്ന് കുത്തി കൊടുത്താൽ നല്ല വൃത്തിക്ക് നിന്നോളൂ കേട്ടോ. ഇതിലെല്ലാം നമ്മൾ പിന്ന് കുത്തി കൊടുക്കുന്നതിലാണ് ഇരിക്കുന്നത്. സാരി നിൽക്കുന്ന തന്നെ നമ്മളെ സേഫ്റ്റി പിന്നിലാണ് കേട്ടോ. അങ്ങനെ ഇത് എടുത്തിട്ട് നന്നായിട്ട് അകത്തോട്ട് ഈ പ്ലീറ്റ്സ് ആക്കിയതിൻ്റെ ശേഷം അവിടെ നമുക്കൊരു പിന്ന് കുത്തി കൊടുക്കാം. ഇനി ബാക്കി വരുന്ന ഈ ഒരു സാരീൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ബാക്കിലേക്ക് ആക്കിയിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുത്തി കൊടുക്കണം. അതായത് ഉള്ളിലേക്കായിട്ട് ടക്കിൻ ചെയ്യണം. അത് നല്ല വൃത്തിക്ക് അവിടെ നിന്നോളൂ. ഇപ്പം നമ്മൾ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ സൈഡിൽ നമ്മൾ ഈ ഒരു സൈഡ് പോർഷൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്ന് കുത്തുന്നതാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ അതേ സെയിം ടെക്നിക്ക് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ 2 പിൻ നമ്മൾ സൈഡിൽ ബ്ലൗസുമിലായിട്ട് കുത്ത്, അതുപോലെ തന്നെ വയറിൻ്റെ അവിടെയൊക്കെ ആയിട്ട് കുത്തി വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിക്ക് കിട്ടും. ഇനി നമ്മൾ മേക്കപ്പിംഗ് വീഡിയോയിലോട്ട് പോവാം. ഞാൻ പെട്ടെന്ന് ഈ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ഞാൻ അതിനകത്ത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഓൾറെഡി ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തുകൊണ്ട്, അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസും ചെക്ക് ചെയ്യുക. എൻ്റെ ചാനലിൽ ആ വീഡിയോസ് മേക്കപ്പിൻ്റെ ഫുൾ ഒരു ട്യൂട്ടോറിയൽ പോലെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സാരി ഡ്രേപ്പിങ്ങിൻ്റെ ആണെങ്കിലും അതിൽ നമ്മൾക്ക് ആ ഒരു സാരിക്ക് എങ്ങനെ മേക്കപ്പ് കൊടുക്കാം, അതുപോലെ തന്നെ അതിന് ഏത് രീതിയിലൊക്കെ ആക്സസറീസ് വെയർ ചെയ്യാം എന്നുള്ളതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ലുക്ക്, നല്ലൊരു ട്രഡീഷണൽ ലുക്കും വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മേക്കപ്പാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആക്സസറീസ് സെലക്ട് ചെയ്യുകയാണെങ്കിലും ഒന്നെങ്കിൽ നമുക്ക് സിൽവർ ആണെങ്കിൽ സിൽവർ ആ രീതിയിലേക്ക് പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടെമ്പിൾ ജ്വല്ലറീസ് വെയർ ചെയ്യാം. ഇന്ന് ഞാൻ ടെമ്പിൾ ജ്വല്ലറീസ് ആണ് ഞാൻ കൊടുക്കുന്നത്. ചപ്പൽ ഞാൻ പിന്നെ മീഡിയം ഹീൽഡ് ആയിട്ടുള്ള കൊടുക്കണം കേട്ടോ, നല്ല ഹീല് കൊടുക്കുന്നില്ല. ഈ ഒരു സാരിയെ തന്നെ വേസ്റ്റ് ചെയിനും വേറെ ഏതൊരു ലുക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇപ്പം നമ്മൾ വിഷു സ്പെഷ്യൽ ആണെങ്കിലും നമുക്കൊരു വെഡ്ഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനും കൂടി നമുക്ക് എങ്ങനെ സ്റ്റൈലിങ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഈ ഒരു വേസ്റ്റ് ചെയിൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിഡു ലുക്കായിരിക്കും. അത് സിമ്പിളായിട്ട് തോന്നുകയും ചെയ്യും. എന്നാൽ നമുക്ക് ടെമ്പിൾസിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കിതുപോലെ
അപ്പൊ എന്റെ സെറ്റ് സാരി ഔട്ട്ലുക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. പിന്നെ ആ ബെൽ ഐക്കണും കൂടി അമർത്തി കഴിഞ്ഞാൽ എന്റെ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും കേട്ടോ. അപ്പൊ അടുത്ത ഒരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ഇറ്റ്സ് മീസ് ആൻസി സൈനിങ് ഓഫ്. ബൈ.